സ്വാഗതം. പശ്ചിമഘട്ടങ്ങളുടെ ഉയർന്ന പ്രദേശങ്ങളായ പുൽമേടുകളിലും ശൂലക്കാടുകളിലും കാണപ്പെടുന്ന ഒരു പുഷ്പിത സസ്യമാണ് കുറിഞ്ഞി. കുറിഞ്ഞി വിഭാഗത്തിൽ 40ഓളം സസ്യ ഇനങ്ങളുണ്ടെങ്കിലും സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് വിളിക്കുന്ന നീലക്കുറിഞ്ഞിയാണ് സമൃദ്ധവും ഏറ്റവും പ്രമുഖവും. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഈ കുറ്റിച്ചെടി മൂന്നാർ മലനിരകളുടെ പ്രതീകമായി കഴിഞ്ഞു. നീലഗിരി കുന്നുകളിലും കൊടൈക്കനാൽ മേഖലകളിലും നീലക്കുറിഞ്ഞികൾ സമൃദ്ധമായി കാണാം. വരയാടുകളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇരവികുളം ദേശീയോദ്യാനവുമായി ഇവിടം ഇഴപിരിയാത്ത വിധം ബന്ധപ്പെട്ടു കഴിഞ്ഞു. മൂന്നാർ നീലക്കുറിഞ്ഞിയുടെ സ്വർഗലോകം എന്നത് ഒരു അപരനാമമായി മാറിക്കഴിഞ്ഞു. 2018 നീലക്കുറിഞ്ഞികളുടെ പൂവിടൽ. ഇനി 2030 വരെ കാത്തിരിക്കണം അടുത്ത നീലവസന്തത്തിന്. കുറിഞ്ഞി പൂക്കും കാലത്തും അല്ലാത്ത സമയത്തും മൂന്നാറിന്റെ പുൽമേടുകളും മലനിരകളും സന്ദർശകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ടോപ്പ് സ്റ്റേഷൻ, ദേവികുളം, പൂപ്പാറ, കുണ്ടള, മാട്ടുപ്പെട്ടി, കൊളുക്കുമല, മറയൂർ, കടവരി പ്രദേശങ്ങൾ സന്ദർശകരെ എന്നും ആകർഷിക്കുന്നു. നീലഗിരി താർ എന്ന വരയാറിന്റെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇരവികുളം ദേശീയോദ്യാനവും അതിന്റെ വിനോദസഞ്ചാര മേഖലയായ രാജമലയും ഏത് കാലാവസ്ഥയിലും ആയിരങ്ങളെ ആകർഷിക്കുന്നുമുണ്ട്. നീലക്കുറിഞ്ഞി പൂക്കുന്ന വാർഷിക കലണ്ടർ സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും സസ്യശാസ്ത്രജ്ഞരും ആവേശത്തോടെ കാത്തിരിക്കുന്ന അവസരമാണ്. പുൽമേടുകൾ നീലക്കുറിഞ്ഞി പൂക്കളുടെ ശോഭയിൽ നീല നിറമണിയും. മലഞ്ചെരിവുകളും ശൂലക്കാടുകളും നീലപ്പൂക്കളാൽ അലങ്കൃതമാകും. നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലത്ത് പ്രത്യേക യാത്രാ പദ്ധതികളും സാഹസിക നടത്തത്തിനുള്ള സൗകര്യങ്ങളും ലഭ്യമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DNN24 സബ്സ്ക്രൈബ് ചെയ്യുക.